ആം ആദ്മിക്ക് ദില്ലി ഭരണം നഷ്ടമായി. കാൽനൂറ്റാണ്ടിന് ശേഷം BJP ഭരണം പിടിച്ചു. ആം ആദ്മി പാർട്ടിയിലെ കരുത്തർ കാലിടറിയപ്പോൾ കോൺഗ്രസിന് തുടർച്ചയായി മൂന്നാം തവണയും അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല. വിവരങ്ങളുമായി ഇപ്പോൾ CBC ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെന്ന് മനസ്സിലാകുന്നു. നിലവിൽ പക്ഷേ 47ഇടത്ത് BJPയും അതോടൊപ്പം തന്നെ 22ഇടത്ത് ആം ആദ്മിയും മുന്നേറുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. പുതുതായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആം ആദ്മിയെ തോൽപ്പിച്ചതും BJPയെ ജയിപ്പിച്ചതും കോൺഗ്രസ് നിലപാട് തന്നെയാണെന്ന് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ റിസൾട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നു. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ സിബി? സിജു, തീർച്ചയായും ഇവിടെ BJP വ്യക്തമായ മേൽക്കൈമ നേടിക്കഴിഞ്ഞിരിക്കുന്നു. 47 സീറ്റിൽ BJPയും 23 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കക്ഷി നില എന്ന് പറയുന്നത്. എന്തായാലും BJP 27 വർഷത്തിന് ശേഷം അധികാരം ഇവിടെ ദില്ലി നിയമസഭയിൽ പിടിച്ചെടുക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് 13 വർഷത്തിന് ശേഷം അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സിജു പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്രമുഖരായ പലരും അടിതെറ്റി ഇത് കോൺഗ്രസിനടക്കമില്ലാതെ തന്നെയും ഈ സ്ഥാനാർത്ഥികൾ പിടിച്ചെടുത്ത വോട്ടുകളുടെ ഒരു വ്യത്യാസം തന്നെയാണ്. ഏകദേശം 5000 വോട്ടിന് താഴെ 10ഓളം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെയും അവിടെ ആം ആദ്മിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഛിന്നഭിന്നമായി പോകുന്നൊരു സാഹചര്യം അവിടെ കോൺഗ്രസ് സൃഷ്ടിച്ചു. അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ അതിഷിയും അടക്കമുള്ള മനീഷ് സിസോദിയ അടക്കമുള്ള അതിഷി വിജയിച്ച് കയറി. പക്ഷേ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയ അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെയും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടത് 4089 വോട്ടിനാണ്. 4089 വോട്ടിനാണ് പർവേസ് സാഹിബ് സിംഗ് BJPയുടെ വിജയിച്ച് കയറിയത്. പക്ഷേ അവിടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ഷീല ദീക്ഷിതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചോദ്യം, അതായത് സിബി ചൂണ്ടിക്കാട്ടിയത് 10 സീറ്റുകളിൽ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിച്ചത് AAPയുടെ പരാജയത്തിനിടയാക്കി. അതായത് കോൺഗ്രസ് അവിടെ കൃത്യമായ നിലപാടെടുത്തിരുന്നുവെങ്കിൽ, BJPക്കെതിരെ തന്നെ ഒരു പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ ഈ 10 സീറ്റുകൾ കൂടി ഒരുപക്ഷെ ആം ആദ്മിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് സിബി പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കോൺഗ്രസ് ഭിന്നിപ്പിച്ച വോട്ടുകൾ കൂട്ടി കിട്ടിയിരുന്നുവെങ്കിൽ അവിടെ 22 എന്നുള്ളത് 23 എന്നുള്ളത് ഒരുപക്ഷെ 33ആയി ഉയരുമായിരുന്നു. അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? തീർച്ചയായും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അവിടെ ദില്ലിയിൽ നടന്നതും. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഒരു ഫലം അവിടെ ലഭിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണ 4%, 6.37% വർദ്ധിപ്പിച്ചു എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാം. പക്ഷേ അവിടെ ഏറ്റവും വലിയ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി രൂപം കൊണ്ട ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യത ഇല്ലാതാക്കിയതും BJPയെ അധികാരത്തിൽ കയറ്റാതിരിക്കാൻ എല്ലാവിധ രീതിയിലുള്ള രാഷ്ട്രീയമായ നയങ്ങൾ സ്വീകരിക്കേണ്ട കോൺഗ്രസ്, ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് 1-2% വോട്ടിംഗ് ശതമാനം കൂടുതൽ പിടിക്കുമ്പോൾ സ്വാഭാവികമായും അത് BJPക്ക് ഗുണകരമായി മാറി എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഹരിയാനയിൽ നിന്നാണ് ഈ ഒരു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലൊരു ബദ്ധശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒരുമിച്ച് മത്സരിച്ചു. പക്ഷേ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് ആം ആദ്മിയെ കൂടെ നിർത്താൻ കോൺഗ്രസ് അമിതമായ ആത്മവിശ്വാസത്തിൽ കൂടെ നിർത്തിയില്ല. അന്നാണ് ആം ആദ്മി പ്രഖ്യാപിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന്. പിന്നീട് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിന്നീട് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യത ഇല്ലാതാക്കി കോൺഗ്രസ് മുന്നേറുമ്പോൾ സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് കരുത്താർജിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കണക്കുകൾ തന്നെ നോക്കുമ്പോൾ 4000-3000 വോട്ടുകൾക്ക് മാത്രമാണ് ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും പരാജയപ്പെടുന്നത്. വെറും 600 വോട്ടിനാണ് മനീഷ് സിസോദിയ അവിടെ പരാജയപ്പെടുന്നത്. അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ 10ഓളം സീറ്റുകൾ നോക്കുമ്പോൾ നമുക്ക് കാണേണ്ടി വരും. സ്വാഭാവികമായും കോൺഗ്രസ് ആണ് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയത് എന്ന് പറയേണ്ടി വരും. വെറും 2% വോട്ടുകൾ അധികം വാങ്ങിയതിനപ്പുറമായി കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ ദില്ലിയിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രചരണത്തിന്റെ ആണെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും പ്രചരണഘട്ടത്തിലെല്ലാം തന്നെയും രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ശത്രു, അദ്ദേഹത്തിന്റെ ക്യാമ്പയിനെല്ലാം തന്നെയും രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ശത്രു അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു, നരേന്ദ്രമോദി ആയിരുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെയും
മുഖ്യ ശത്രു ആം ആദ്മി പാർട്ടിയായിരുന്നു, BJP ആയിരുന്നില്ല. ഇതെല്ലാം തന്നെയും പ്രചരണ ഘട്ടങ്ങളിൽ പോലും ആ രീതിയിലൊരു പ്രതീതിയാണ് കോൺഗ്രസ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ BJP അധികാരത്തിൽ താഴെക്കാൻ വേണ്ടി രൂപം കൊണ്ട ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഹരിയാനയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും തോൽവിയേറ്റ് എടുത്ത ഒരു പാഠം, ആ പാഠത്തു നിന്നും ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും പഠിക്കാതെ ദില്ലിയിലും അത് ആവർത്തിച്ചു. അത് ആം ആദ്മി പാർട്ടിയുടെ പതനത്തിന് കാരണമായി എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. സിജു.